തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണല്ലേ. തുളസിമാലയുടെ ആ ഒരു നൈർമല്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മുല്ലപ്പൂക്കൾക്കിടയിൽ തുളസിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു വളരെ ഭംഗിയായി. ഭഗവാൻ എത്ര ഇഷ്ടമാവുമെന്നറിയോ. ഇതൊക്കെ എന്താ ഇപ്പോൾ പറയുന്നതെന്നല്ലേ. ഒരനുഭവം അങ്ങോട്ട് വന്നിട്ടുണ്ട്. UK വഴിയാണ് വന്നത്. അപ്പോൾ എന്തായാലും കേൾക്കാം. എല്ലാവരും റെഡിയല്ലേ? ഹെഡ്സെറ്റ് ഉപയോഗിക്കുക കേട്ടോ. അപ്പം കുറച്ചുകൂടെ അമ്മമാർക്കൊന്നും ഉണ്ടാവില്ല, പലർക്കും ഉണ്ടാവില്ല, എങ്കിലും കേൾക്കാം നമുക്ക് സുഖമായിട്ട്. നമസ്കാരം ശ്രീകാന്ത് സാർ. എപ്പോഴും വിചാരിക്കും ഒരനുഭവം ത്രിമധുരത്തിൽ എഴുതണമെന്ന്. പക്ഷേ വേണ്ട എന്ന് വെച്ച് പിന്മാറും. എൻ്റെ പേര് രേഷ്മ. ഞാനും കുടുംബവും UK-യിലാണ്. ഫേസ്ബുക്കിൽ നിന്നാണ് ഈ ഗ്രൂപ്പ് ഞാൻ കാണുന്നത്. സമയം കിട്ടുമ്പോൾ എല്ലാം ഓരോ ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ. അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നും, ഉണ്ടായിട്ടുള്ള എൻ്റെ എല്ലാ സങ്കടാവസ്ഥയിലും സന്തോഷത്തിലും എൻ്റെ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടുതൽ ഞാനത് അറിഞ്ഞിട്ടുള്ളത് ഇവിടെ UK-യിൽ വന്നപ്പോഴാണ്. ഓരോ പ്രതിസന്ധിയിലും എന്നെ രക്ഷിച്ചതും സഹായിച്ചതും ഭഗവാന്റെ രൂപത്തിൽ പലവിധ ആളുകളായിട്ടാണ്. അതെല്ലാം ഭഗവാൻ തന്നെ അയച്ചു തന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് എനിക്ക് ഇവിടെ ഒരു അനുഭവം പറയണമെന്നുണ്ടായി. കഴിഞ്ഞ മാസം ഡിസംബർ 29 എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ബ്രേക്ക് ടൈമിൽ ഞാൻ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ 31 സ്വർഗവാതിൽ ഏകാദശി എന്നറിയുന്നത്. സത്യം പറഞ്ഞാൽ അത് എന്താണെന്നോ അതിൻ്റെ മഹാത്മ്യം എന്താണെന്നോ എനിക്ക് അറിവില്ലായിരുന്നു. ചിലപ്പോൾ അത് എൻ്റെ തെറ്റാവാം. മുൻപ് അറിയാനുള്ള സാഹചര്യം വന്നിട്ടും ഇല്ലായിരുന്നു. എന്താണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ വിശദമായിട്ട് എല്ലാം അറിയാൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ വ്രതം എടുക്കാൻ സാധിച്ചില്ല. ഡ്യൂട്ടി അറേഞ്ച്മെൻറ്റ് പല കാര്യങ്ങൾ കൊണ്ടും സാധിച്ചില്ല. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഏകാദശി നാളെ ഞാൻ കുളിച്ച് ഭഗവാന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു പറഞ്ഞു, ഭഗവാൻ ഈ വർഷം എനിക്ക് ഈ വ്രതം എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അടുത്ത വർഷമെങ്കിലും എനിക്ക് വ്രതം എടുക്കാനുള്ള സാഹചര്യം തരണേ എന്ന് പറഞ്ഞു. ഇനി അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളക്ക് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഈ UK-യിൽ ഒരു നല്ല മുല്ല പോലും കിട്ടാനില്ല ഭഗവാന് ചാർത്താൻ. കുറച്ച് തുളസി കിട്ടിയിരുന്നെങ്കിൽ മാല നന്നായി കെട്ടാൻ അറിയുന്നില്ല, അറിയുന്ന പോലെ കെട്ടി ചാർത്താമായിരുന്നു എന്ന്. ഞങ്ങളുടെ ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ മാറി ഒരു ചേച്ചിയുടെ വീട്ടിൽ തുളസിയുണ്ട്, പോവാമായിരുന്നു. പോവാൻ എന്തായെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ചേട്ടൻ കൂടുതലൊന്നും എന്നോട് മറുപടി പറഞ്ഞില്ല. ആ ആഗ്രഹം അങ്ങനെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു വിളക്ക് കത്തിച്ചു. ഒരു ഉച്ച സമയം ഞാൻ എൻ്റെ ബ്രദറിനെ വെറുതെ വീഡിയോ കോൾ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ചേട്ടനും ഭാര്യയും ഗുരുവായൂരിൽ പോയിരുന്നു തൊഴാൻ വേണ്ടി. ആ നിമിഷം കേട്ടതും ഞാൻ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൃഷ്ണന് പാൽപ്പായസം ഒരു തുളസിമാലയും ചാർത്തുമോ എന്ന് നോക്കാം, നല്ല തിരക്കാണെന്ന് അവർ പറഞ്ഞു. പിന്നീട് ഞാൻ വീണ്ടും മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ ചേട്ടത്തി പറഞ്ഞു, പാൽപ്പായസം കഴിക്കാൻ സാധിച്ചില്ല, നല്ല തിരക്ക് മൂലം കൗണ്ടറിൽ പറ്റിയില്ല, പക്ഷേ ഭഗവാന് തുളസിമാല ചാർത്തി കേട്ടോ എന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എൻ്റെ ഭഗവാൻ ഒരു മാല ചാർത്താൻ എനിക്ക് ഇവിടെ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഭഗവാൻ എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും രൂപത്തിൽ എനിക്കത് സാധിച്ചു തന്നു. അതും സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിൽ തന്നെ. ഒരുപാട് സന്തോഷമായി. നിങ്ങൾ UK-യിൽ നിന്ന് ചിന്തിക്കുന്ന ആ ചേച്ചിയുടെ മനസ്സൊന്ന് ആലോചിക്കുക. UK-യിൽ തുളസിമാലയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കോൾ വഴി കാണുന്നത്, ഭഗവാന് കാണാൻ വീഡിയോ കോളൊന്നും വേണ്ടാലോ. അപ്പോൾ തുളസിമാലയും ചാർത്തി എല്ലാം ഗുരുവായൂർ കാണുകയും ചെയ്തു. എന്തൊരു സുഖമുള്ള അനുഭവം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദൂരെയുള്ള ആളുകൾക്കാണ് അതൊക്കെ കൂടുതൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പലരും ഒറ്റയ്ക്കായിരിക്കും താമസം. ഈ ചേച്ചി കുടുംബത്തോടെയാണെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. ഒന്നും പറയാനില്ല. അത്രയും മനോഹരമായ അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങളോട് പറയാതിരിക്കുന്നത് എങ്ങനെ, നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് എങ്ങനെ, നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുന്നത് എങ്ങനെ. ഞാൻ ഷെയർ ചെയ്യാനൊന്നും പറയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചെയ്യാം. അല്ലാത്തവർ കമൻറ്റ് ചെയ്യുക, കേൾക്കുക. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുറേ ടാസ്കുകളൊക്കെ കൊടുക്കും, കഥകൾ പറയും. പിന്നെ കുറേ നമ്മൾ പൂജാലങ്കാരം കൃത്യസമയത്ത് പറഞ്ഞ് അതിന് ചില വിജയികളെയൊക്കെ പ്രഖ്യാപിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. പിന്നെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.